ആൾക്ക് മീൻ കിട്ടി, അടുത്ത മീൻ കിട്ടി. മണ്ണാർക്കാട്, മലപ്പുറം, തൃശ്ശൂർ, വടക്കഞ്ചേരി. അതോ വീണ്ടും വലിയൊരു സാധനം. ഇതിനിടയിൽ ഒരു മീൻ എയറിലായി. നല്ലൊരു വാളക്കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. അതോ അവിടെ ഒരു ചേട്ടന് വലിയ മീൻ കിട്ടിയിട്ടുണ്ട്. ഹലോ അമിഗോ, ദിസ് ഈസ് യുവർ വ്ളോഗ് സ്റ്റാർ അജു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ പാലക്കാട് ആലത്തൂരിൽ ഒരു ചൂണ്ടയുടെ മത്സരം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു കുളത്തിലാണ് ഇന്ന് മത്സരം നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ? വരൂ ഗൈസ്. എല്ലാ മത്സരാർത്ഥികളും രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ അടുത്തേക്ക് വരേണ്ടതാണ്. മത്സരിക്കുന്നവർക്ക് നിൽക്കാനുള്ള പൊസിഷനാട്ടോ അവിടെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ യുവജന സംഘടനയുടെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാട്ടോ ഈ മീൻപിടുത്തം മത്സരം ഇവിടെ നടത്തുന്നത്. ഇന്നലെ രാത്രി ആരെങ്കിലും നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സ്പോട്ടിൽ മാത്രം നിന്നിട്ട് മത്സ്യം പിടിക്കാൻ വേണ്ടി കഴിയുള്ളൂ. 1 മണിക്കൂറായിരിക്കും. സ്റ്റാർട്ടിങ്ങും ഇവിടെ നിന്ന് വിസിലടിക്കും, എൻഡിങ്ങും ഇവിടെ തന്നെ വിസിലടിക്കും. ശ്രദ്ധിക്കണം, ഓർഡറായിട്ടല്ലേ നിൽക്കുന്നത്, മറ്റു സ്ഥലങ്ങളിലും പോയത് ശ്രദ്ധിക്കണം. 2, 1 സ്റ്റാർട്ട് ചെയ്തു മത്സരം സ്റ്റാർട്ട് ചെയ്തു. 10:11:22 അവസാനിക്കുന്നതാണ്. ഈ കുളത്തിന് ചുറ്റും നിന്നിട്ടാണ് ആൾക്കാർ മീൻ പിടിക്കുന്നത്. മണ്ണാർക്കാട്, മലപ്പുറം, തൃശ്ശൂർ, വടക്കഞ്ചേരി, പട്ടാമ്പി എന്നൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിരിക്കുന്നു. ഇവിടെ ചേട്ടനെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടാ. അതാ ചേട്ടൻ ആദ്യത്തെ മീൻ കരിമീനാണ് ഗൈസ്. അടുത്ത ആൾക്ക് മീൻ കിട്ടി, അടുത്ത മീൻ കിട്ടി. ഓക്കെ ഈ ചേട്ടനും കിട്ടി. ഒരു സിലോപ്പി കുട്ടിയാണല്ലേ. അതോ അവിടെ ഒരു ചേട്ടന് വലിയ മീൻ കിട്ടിയിട്ടുണ്ട്. അതോ വീണ്ടും വലിയൊരു സാധനം. ഇതിനിടയിൽ ഒരു മീൻ എയറിലായി. ഈ വന്നവരുടെ കൂട്ടത്തിൽ പ്രൊഫഷണൽസും ഉണ്ട്, ഈ ഫിഷിങ് പാഷനായിട്ട് കൊണ്ട് നടക്കുന്നവരുണ്ട്. നല്ലൊരു വാളക്കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു മീനോട് കൂടി ചൂണ്ട അവിടെ ലോക്കായിട്ടാ. അയ്യോ പോയി. കുട്ടിക്ക് സന്തോഷമായി. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ലാലു ചേട്ടനാണ് ഒരു അടിപൊളി റോഹുവിനെ പിടിച്ചിട്ടുള്ളത്. മീന് കളക്ട് ചെയ്യുന്നതാണ് കൊണ്ടുവരേണ്ടതാണ്. അത് ശ്രദ്ധിക്കണം, വോളണ്ടിയേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്.
ഇവിടെ കളി 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 ആർക്കടിച്ച് തെറ്റ് കണ്ട അതെ ലാസ്റ്റ് ആവുമ്പോൾ മീൻ അടിച്ചുകൊണ്ടിരിക്കാനായിട്ടാ ഉഷാറ് ചേട്ടാ ഒന്ന് കാണിച്ചേ. അപ്പോ ആവേശകരമായ നമ്മുടെ ഈ മത്സരത്തിന്റെ തൂക്കം നോക്കാൻ പോവാണ്. പിടിച്ച് മീനുകളുടെ ഫസ്റ്റ് തന്നെ എന്റെ കയ്യിൽ കിട്ടിയ കവർ ടോക്കൺ നമ്പർ 93 ആണ്. ഷർഫാസ് ഹലോ എന്റെ ടീം എവിടാ ഷർഫാസ് കൊറേ കുട്ടി സിലോപ്പിനെ പിടിച്ചിട്ടുണ്ട്. ആവറേജ് വെയിറ്റ് ഉണ്ട് ഉണ്ടായില്ല. നമുക്ക് നോക്കി നോക്കാതാ. ടോക്കൺ നമ്പർ 93 ഓൺ ദ സ്റ്റേജ്. തൂക്കം 745 ഗ്രാം 4 കിലോ മീനെ പിടിച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ പിടിച്ചിരിക്കുന്നത് ഫുള്ള് സിലോപ്പിയാണ്. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഫുള്ള് സിലോപ്പിയുണ്ടാ ചേക്ക. അപ്പൊ 93 3/4 കിലോ പിടിച്ചോ. അല്ല ഇത് അപ്പുറത്ത് വേറെ കവറിൽ വേണ്ട. ഒക്കെ അവസാനം തരും നോക്കണേലത്. ഇതിന് ഞാനൊരു ലോഹുവിനെ കണ്ടല്ലേ. അപ്പൊ ഇത് നമുക്ക് നോക്കാം. 505 ഗ്രാം. ടോക്കൺ നമ്പർ 13 80 ഗ്രാം. ടോക്കൺ നമ്പർ 15 105 ഗ്രാം. നീ പോയടാ മോനെ. ടോക്കൺ നമ്പർ 4 180 ഗ്രാം. ടോക്കൺ നമ്പർ 72 ആളോടെ മൂപ്പരെന്നെയാണത്. കടിക്കുമ്പോൾ എന്നെ ഓർക്കും. ചൂണ്ടക്കാരിയുടെ മീനാണ് നമ്മൾ തൂക്കം. ടോക്കൺ നമ്പർ 70. നമ്മളുടെ ആകെ ഒരു വാളെ കയറിയിട്ടുള്ള റോഹു കുറെ കയറി ഒറ്റ വാളെ എത്ര കൊണ്ടുപോകും നമുക്ക് നോക്കാം. ടോക്കൺ നമ്പർ 70 580 ഗ്രാം. ഗൈസ് അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ദിസ് ഈസ് വ്ളോഗ് സ്റ്റാർ രാജു സൈനിങ് ഓഫ്. ബൈ.